സ്നേഹാദനീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടൊന്നതുപോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹു സൽപ്രവർത്തനങ്ങളായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒന്നുകൂടി പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഒരു യാത്രയിൽ ഒരു ഉമ്മ ഫോൺ വിളിക്കുകയും ആ ഫോണിൽ വളരെ സങ്കടത്തോടു കൂടി ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറയുകയും, എന്താണ് ചോദിക്കാനുള്ളതെന്ന് ചോദ്യത്തിന് ഉമ്മയുടെ മറുപടി, ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങളുടെ കുടുംബം നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരാണ്. ഞാനും ഇക്കാക്കയും മതപരമായ എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാവും. എൻ്റെ അവസാനത്തെ 2 മക്കളും അൽഹംദുലില്ലാ ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. പക്ഷേ ഞങ്ങളുടെ മൂത്ത മകൾ, അവൾ ദീനിയായി അത്രയൊന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകാറില്ല. ഞങ്ങൾ പള്ളികളിലേക്കും ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ അവൾ പുതിയ ലോകത്തായി അങ്ങനെ ജീവിക്കും. ഞങ്ങൾ കരുതി ഇൻഷാ അല്ലാഹ് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ ശരിയാവും എന്ന ധാരണയിൽ ഞങ്ങളും മുന്നോട്ട് പോയി. അങ്ങനെ അവളുടെ 19ാമത്തെ വയസ്സിൽ അവളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ടും അവൾ പഴയ പോലെ തന്നെ പുതിയ ഫാഷനുകളും പുതിയ ലോകവും, തൊട്ടടുത്ത് പള്ളി ഉണ്ടായിട്ടും ദീനുമായി യാതൊരു ബന്ധവുമില്ലാതെ, എന്നാൽ കുടുംബ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ സജീവമായി അവളും അവളുടെ ജീവിതം കൊണ്ടുപോയി. ഉമ്മ പറഞ്ഞു, ഞാനിപ്പോൾ വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. എന്താണ് ഹോസ്പിറ്റൽ എന്ന ചോദ്യത്തിന് ഉമ്മ പറഞ്ഞു, എൻ്റെ ആ മൂത്ത മകൾ പ്രസവിച്ചു. പ്രസവത്തിൽ കുട്ടി ജനിച്ചു, പക്ഷേ എൻ്റെ മകൾ മരിച്ചു. പിന്നെ ഉമ്മ കരയുന്നതാണ് ഫോണിൽ കാണുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടതെന്നാണോ, അല്ല എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണോ, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അതിന് ഉമ്മയുടെ മറുപടി, മൗലവി ഞാൻ പറഞ്ഞല്ലോ, ഞാനും എൻ്റെ ഇക്കാക്കയും മതപരമായ എല്ലാ കാര്യങ്ങൾക്കും പോകുന്നതും പോകുന്നത് കൊണ്ട് അതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കറിയേണ്ടത്, ഇനി എൻ്റെ കുട്ടി സ്വർഗത്തിലേക്ക് എത്താൻ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? ആ ചോദ്യത്തിന് മറുപടി പറയാൻ നിൽക്കുമ്പോഴേക്കും ആ ഉമ്മ ഫോൺ കട്ടായി. കാരണം ഖുർആൻ ലേണിങ്ങിൽ പഠിച്ച ഖുതുബ കേൾക്കുന്ന, ക്ലാസ് കേൾക്കുന്ന ഒരു ഉമ്മക്കറിയാം എന്തായിരിക്കും ഒരാൾ പറയുക അതിന് മറുപടി എന്ന്. ഇതാ മാത്തൽ ഇൻസാൻ ഇൻഖതഅ അമലുഹു, ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വർഗത്തിന് വേണ്ടി ചെയ്യാനുള്ള പ്രവർത്തനം കഴിഞ്ഞു. ഇനി ആ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അയാൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകും. ഞാൻ എന്തിനാണ് ഈ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളോട് ഇത് പറയുന്നത് വെച്ചാൽ, ലോകത്തെ ഏറ്റവും വലിയ മാനസികമായ പ്രയാസം എന്താണെന്ന് പറയും, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കെ നമ്മുടെ മക്കൾ മരിക്കുക, ആ കുട്ടി സ്വർഗാവകാശി ആകാൻ സാധ്യതയില്ല എന്ന് നമ്മൾക്ക് ബോധ്യം ഉണ്ടാകുക. എന്നിട്ട് നമ്മൾ ഈ ദുനിയാവിൽ കഴിഞ്ഞുകൂടുക. അതിനേക്കാളും ദുരന്തപൂർണമായൊരു ജീവിതം ഒരു വാപ്പാക്കും ഉമ്മാക്കും കിട്ടൂല. നമ്മൾ ആൾക്കാരോട് പറയും, ചെറുപ്പത്തിലല്ലേ, കുഴപ്പമില്ലല്ലോ, ഈ ഇടക്കിടക്കൊക്കെ ഉണ്ടേനി. പക്ഷെ നമ്മുടെ മനസ്സിനകത്തുണ്ട് എന്തായിരുന്നു. നമ്മൾ പുതിയ കാലം വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് പറയുന്നത്. ലഹരി, കൊലപാതകം, ഒളിച്ചോട്ടം, ആധുനിക തലമുറ, യുവാക്കൾ ഒക്കെ നമ്മൾ പറയണം. ഇതൊക്കെ രത്നച്ചുരുക്കമായി പറഞ്ഞാൽ എൻ്റെ ഇങ്ങളി മക്കൾ, എനിക്ക് 3 കുട്ടികളാണ് അൽഹംദുലില്ലാ, 2 പെൺകുട്ടികളാണ് കുട്ടി. നമ്മുടെ മക്കളെ കുറിച്ചാണ് ഈ പത്രങ്ങളിൽ വരുന്നത്, അവരെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇതിൽ എന്താണ് നമ്മൾക്ക് പരിഹാരം? എനിക്ക് വളരെ രസകരമായി തോന്നിയത്, റമദാനിൻ്റെ മുമ്പ് വരെ നമ്മൾ ഈ വളരെ സന്തോഷത്തോടുകൂടി ക്ലാസ് എടുക്കുന്ന പല മഹലിലും റമദാൻ്റെ മുന്നേ വരെ നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ അവിടുത്തെ മഹലിലത്തെ ആൾക്കാർ പറയും, മൗലവി ഞങ്ങളുടെ കുട്ടികൾ വലുതാകുമ്പോൾ ഞങ്ങളെ നോക്കാൻ വേണ്ടി നിങ്ങൾ കാര്യമായിട്ട് ദുആ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഓരൊക്കെ വലുപ്പത്തിന് ഞങ്ങളെ കൊണ്ടാകാൻ വേണ്ടി കാര്യമായിട്ട് ദുആ ചെയ്യണം. ഈ റമദാനിൽ അതേ സ്ഥലത്ത് തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ രക്ഷിതാക്കൾ പറയാണ്, മൗലവി വലുതാകുമ്പോൾ നോക്കാനൊന്നും ദുആ ചെയ്യേണ്ടാവും, ഓരോന്ന് കൊല്ലാന്നാൽ മതി, എന്നാൽ തന്നെ വളരെ സമാധാനമാണ്, നിങ്ങൾ കൊല്ലാതെക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. പെട്ടെന്ന് മാറി
ഞാൻ പറഞ്ഞത് വലുതാകുമ്പോൾ നോക്കുക എന്നുള്ള വലിയൊരു സ്വപ്നത്തിൽ നിന്ന് നോക്കും വേണ്ട, വളർത്തും വേണ്ട, പൈസയും തരണ്ട, ഒന്നും വേണ്ട, ബിസ്മിക്കല്ലാഹും അഹിയാവും അമൂത്തെന്ന് ചൊല്ലുന്നത് യാഥാർത്ഥ്യമാക്കാന്നാൽ മതി, കിടക്കുമ്പോൾ തന്നെ കൊല്ലുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാന്നാൽ മതി എന്ന് രക്ഷിതാക്കൾ ഭയപ്പെടുന്ന അവസ്ഥയ്ക്ക് വന്നു. എന്താ പരിഹാരം? എന്താണ് പരിഹാരം? നമ്മുടെ നാട് മൊത്തം യുവജാഗ്രതാ സദസ്സ് വെക്കുന്നു, അൽഹംദുലില്ലാ. ലഹരിക്കെതിരെ ക്യാമ്പയിൻ വെക്കുന്നു, അൽഹംദുലില്ലാ, നല്ലതാണ്. പക്ഷെ അതൊക്കെ ഒരു ചെറിയ കാര്യമാണ്. നിങ്ങൾ പിന്നാത്ത പത്രം വായിച്ചോ? ലഹരി വിരുദ്ധ ക്യാമ്പിൽ ക്ലാസ് എടുക്കുന്ന 2 പേര് 3 കിലോ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തു. ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കുന്ന 2 പേരെ 3 കിലോ കഞ്ചാവായിട്ട് അറസ്റ്റ് ചെയ്തു. നമുക്കറിയുന്ന എത്രയോ ആൾക്കാരുണ്ട്, നമ്മൾക്കറിയാം. മുന്നിൽ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്ന പല ആൾക്കാരും പിന്നെ കൂടെ സാധനം വിറ്റാണ് ജീവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടൊന്നും പ്രായോഗിക തലത്തിൽ മാറ്റം ഉണ്ടാവില്ല. പ്രായോഗിക തലത്തിൽ മാറ്റം ഉണ്ടാകാൻ എന്താ മാർഗം? ഞാൻ അങ്ങാടിക്കാരെ കുറിച്ചല്ല പറയണത്, പള്ളിയിൽ കൂടിയ നമ്മളൊരു കുടുംബമായിട്ട് പറയണത്. നമ്മളെ മക്കൾ ഇതിൽ പോകാതാക്കാൻ 2 മാർഗമാണ്. ഒന്ന് പറയാനേ സമയമുള്ളൂ, ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് പറയാം. രണ്ടാമത്തെ, ഒന്ന് അള്ളാഹുവിൻ്റെ ദീൻ അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ മറ്റൊരു മാർഗവും ഒന്നാമതായിട്ടില്ല. ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഹൈസ്കൂൾ അധ്യാപകനാണ്. 8, 9, 10 ക്ലാസ്സുകളിൽ മാത്രം 1583 കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അധ്യാപകനാണ്. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടും ക്ലാസ് എടുക്കുന്നത് വെച്ചിട്ട് പറയാൻ, ദീന് നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചാലല്ലാതെ ആത്യന്തികമായി അവർക്ക് മാറ്റം ഉണ്ടാവില്ല. ചെറിയൊരു അനുഭവം പറയാം. എൻ്റെ ഒരു പ്രിയപ്പെട്ട പ്രഭാഷകനായ അളിയൻ, അദ്ദേഹത്തിൻ്റെ അനുഭവം പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് പുതിയ iPhone 60 60 Proയോ അതുമായിട്ട് 1,00,000 ചില്ലാൻ രൂപയുള്ള വിലയുള്ള ആ ഫോണുമായിട്ട് നാട്ടിലേക്ക് വന്നു. അങ്ങനെ നാട്ടിൽ കുടുംബത്തിലൊരു ഫോട്ടോ സെഷനൊക്കെ ഇങ്ങനെ അദ്ദേഹം ആ ഫോട്ടോയിൽ എടുത്തു കഴിഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ വെച്ചു പോരും. എന്തിനോ ഒരു കാര്യത്തിന് പോയപ്പം ആ ഫോണിൻ്റെ അടുത്ത് നിന്ന് എന്തോ സാധനം വലിച്ചപ്പോൾ ഈ ഫോൺ നേരെ താഴെ വീണു. നേരെ വീണ് ഡിസ്പ്ലേ അടിച്ചിട്ടാണ് വീണത്. ഗൾഫിൽ നിന്ന് വന്ന് ഒരാഴ്ചക്കുള്ളിൽ 1,00,000 ചില്ലാൻ രൂപേൻ്റെ ഫോണിൽ ഡിസ്പ്ലേ അടിച്ച് താഴത്തെ വീണ് ഡിസ്പ്ലേ കംപ്ലീറ്റ് പൊട്ടി. സ്വാഭാവികമായിട്ട് അറിയാം എന്തായിരിക്കും മാനസികാവസ്ഥ. 1,00,000 ചില്ലാൻ രൂപേൻ്റെ ഫോണും കൊണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച കൊണ്ട് ഡിസ്പ്ലേ അടക്കം പൊട്ടി, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. അതിൽ ഉമ്മ ഓടി വന്നിട്ട്, ശബ്ദം കേട്ട് ഓടി വന്നിട്ട്, ഇനി എന്തെങ്കിലും പറ്റിയെന്ന് ചോദിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, ഉമ്മ 2 ഫോണുണ്ടായിരുന്നു, ഒരു നല്ല ഫോൺ, ഒരു ചീത്ത ഫോൺ. നല്ല ഫോൺ ഞാൻ ഗൾഫിൽ വെച്ച് പോകുന്നു, ചീത്തത് എങ്ങനെയെങ്കിലും ഒന്ന് വലിച്ചെറിയണം എന്നതിൻ്റെ പൂതി. പക്ഷെ എങ്ങനെയാ എറിയാന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നിങ്ങളെ കൈ തട്ടി താഴ്ത്ത് വീണ്, അല്ലെന്നുണ്ടെങ്കിൽ സമാധാനത്തിൽ എറിയാലോ, എങ്ങനെയാ എറിയാന്ന് ഞാൻ വിചാരിച്ച് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അളിയനായ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി അദ്ദേഹത്തെ ഉമ്മ കാണാതെ അണച്ചു ചേർത്ത് പിടിച്ചാൽ കരഞ്ഞു പോയി. എന്നിട്ട് പറഞ്ഞല്ലോ, മൗലവി, ഒരു കൊല്ലത്തിൻ്റെ പൈസ എടുത്തുണ്ടാക്കിയ ഫോണാണ്. ആ ഫോണാണ് 3-4 ദിവസം കൊണ്ട് ഉമ്മാൻ്റെ കൈയ്യട്ടി താഴത്തേക്ക് വീണ്. പക്ഷെ ഉമ്മ വന്നിട്ട് എന്ത് എണ്ണിയെ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ, എന്താ നിങ്ങൾ കാട്ടി, എത്ര റുപ്യേൻ്റെ ഫോണാണത്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണ്ടേന്ന് ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ ആ ചോദിച്ചത് ഉമ്മ മറക്കുകയും. പക്ഷെ ഉമ്മാൻ്റെ മനസ്സിന് സങ്കടം മരിക്കും വരെ ഉണ്ടാവും. എൻ്റെ കുട്ടി വെയിലത്ത് ദാമ്പത്യം വരെ ഉപേക്ഷിച്ച് നട്ടുച്ച വെയിലത്ത് വരെ അധ്വാനിച്ചുണ്ടാക്കിയ ഫോണും പൈസയും ഇന്റെ കൈകൊണ്ട് താഴ്ത്ത് വീണല്ലോ പടച്ചോനെ എന്ന ആ സങ്കടം മരിക്കും വരെ എൻ്റെ അമ്മയുടെ മനസ്സിലുണ്ടാവും. എന്തിനാ അമ്മനെ ഇടങ്ങേറാക്കണേ? അതിനേക്കാളും നല്ല 1 കൊല്ലം കൂടി അധ്വാനിച്ച വേറെ ഫോൺ വാങ്ങാലോ. സഹോദരങ്ങളെ, അവൻ എത്ര പഠിച്ചിട്ട് നിങ്ങൾ ചോദിക്കും എന്നോട്? ഇല്ല. ഓന് 6 പാക്ക് ഉണ്ടോയെന്ന് ചോദിക്കോ? ഇല്ല. ഓനെ കാണാൻ ലുക്ക് ഉണ്ടോയെന്ന് ചോദിക്കോ? ഇല്ല. പക്ഷെ ഓൻ ആ വീട്ടിൽ സന്തോഷം നൽകുകയാണ്. എന്തേ കാരണം? ഒറ്റ കാരണമാണ്, റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ. വാപ്പാന്റെ ഇമ്മാന്റെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തിന്ന് ഉള്ള ദീൻ അവന്റെ മനസ്സിലുണ്ട്. ബാപ്പാന്റെ ഇമ്മാന്റെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തിയിലുള്ള ദീൻ മനസ്സിലുണ്ട്. ദീൻ മനസ്സിലുള്ള ഒരു കുട്ടി നമ്മുടെ ഇതിന് സന്തോഷമേ നൽകൂ, സമാധാനമേ നൽകൂ. ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും നമ്മുടെ മക്കൾ വഴി നമുക്ക് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകണോ? ഒന്നാമത്തെ വഴി അള്ളാഹുവിന്റെ ദീൻ അവർക്ക് കൈമാറുക. ഖുതുബ കഴിഞ്ഞു, ഒരു പ്രായമായ ഒരു ഉപ്പ വന്നിട്ട് പറഞ്ഞു, മൗലവി, എനിക്ക് നിങ്ങളോട് ചെറിയ കാര്യം പറയാനുണ്ട്, എല്ലാവരും പോകട്ടെ. അപ്പോൾ ആയിക്കോട്ടെ. അങ്ങനെ പള്ളിയുടെ ഏറ്റവും ബേക്കിൽ ഇരുന്ന് നിസ്കരിക്കാനുള്ള ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൽ ഞാനിരിക്കും. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, മൗലവി, എനിക്ക് 3 മക്കളാണ്. ഒന്നാമത്തെ മകൻ ഗൾഫിലാണ്, അവൻ്റെ ഭാര്യയും കുട്ടികളും എൻ്റെ കൂടെയുണ്ട്, തറവാട്ടിലുണ്ട്. രണ്ടാമത്തത് മകളാണ്, അവളെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ചു. മൂന്നാമത്തവൻ 30 വയസ്സ്. 25-ാമത്തെ വയസ്സിൽ അവൻ കുടി തുടങ്ങിയതാണ്.
പിന്നെ കഞ്ചാവായി, ഇപ്പൊ MDMA ആണ്. അവൻ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് പേടിയാണ്. വീട്ടിൽ ഒരു പൈസ വെക്കാൻ പറ്റൂല, ഒരു വില പിടിപ്പുള്ള സാധനമല്ല, ഒക്കെ കൊണ്ടുപോയി വിറ്റു. രാത്രി 2 മണിക്ക് വലിയ ശബ്ദം കേട്ടിട്ട് ഞാനും ഓൻ്റെ അമ്മയും താഴത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അവൻ്റെ ജേട്ടൻ്റെ ഭാര്യയുടെ കുറച്ച് ആഭരണം വെച്ച അലമാരുണ്ട്, അതവന് കുത്തി തുറക്കുകയാണ്. ഞങ്ങളോട് മോനെ ചെയ്യല്ലടാന്ന് പറഞ്ഞിട്ട് ഓൻ്റെ അമ്മോനെ തടുത്തതാണ്. ഓന്മാരുടെ ഒറ്റ തള്ളു താഴത്തേക്ക് തലടിച്ചു വീണു. ഓൻ്റെ കൈ വറച്ചില മോലി, ഓൻ്റെ കണ്ണിന്ന് കണ്ണീരല്ല, അവനെ പ്രസവിച്ച ഉമ്മാൻ ഓന് കൈകൊണ്ട് താഴത്തേക്ക് തള്ളിയിട്ടിട്ട് ഉമ്മ അവിടുന്ന് കണ്ണുനീരൊലിപ്പിക്കുമ്പോൾ ഓൻ വീണ്ടും അലമാര കുത്തുകയാണ്. അവൻ്റെ ജേട്ടൻ്റെ ചെറിയൊരു കുട്ടിയുണ്ട്, ആ കുട്ടി പെൺകുട്ടിയായിരുന്നു, കഴുത്തിൽ ചെറിയൊരു മാലയുണ്ട്. ഓ മാല കിട്ടിട്ട് വലിച്ചു, ഞാൻ പിടിച്ചു, പൊട്ടിയില്ല. പക്ഷെ ആ കുട്ടിൻ്റെ കഴുത്തിൽ ചോര കിരിഞ്ഞ പാട് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, മൗലവി ഇസ്ലാമിന് വല്ല വകുപ്പുണ്ടോ? ഇപ്പൊ എന്തിന്? എന്തിന്? എൻ്റെ മകനെ ഞാൻ കൊന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ സറണ്ടറായി, അതിൻ്റെ ശിക്ഷ മുഴുവൻ ഞാൻ ഏറ്റെടുത്ത് ജയിലിൽ നിന്ന് തിരിച്ചു വരാൻ അള്ളാഹു ദീർഘായുസ് നൽകുകയാണെങ്കിൽ ഒരു ഹജ്ജ് ചെയ്താൽ ഈ കൊന്നത് പടച്ചോ പുറത്തുവരുമോ? അതിന് ഇസ്ലാമിന് വകുപ്പുണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാപ്പ വൈകാരികമായൊരു കാര്യം ചോദിക്കണം. ഞാൻ ഭയങ്കര നമ്മൾ ഈ ഷോക്കായി നിൽക്കില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പോലെ എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ചിന്തിക്കാതെ വിഡ്ഢിത്തം എന്തോ ഒരു പിരാന്തി വയ്ക്കാൻ? മൗലവി അല്ല, ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. 5 കൊല്ലമായിട്ട് എൻ്റെ വീട്ടിലത്തെ 8 ആൾ ഉറങ്ങിയിട്ടില്ല. ഓൻ വരുന്നത് പേടിയാണ്, റൂമിൽ കയറുന്നത് പേടിയാണ്, വാതിൽ കുറ്റിടുന്നത് പേടിയാണ്, വാതിൽ തുറക്കണ പേടിയാണ്, അടുക്കളയ്ക്ക് പോണ പേടിയാണ് പോലും. 8 ആളുകൾ ഞങ്ങൾ 5 കൊല്ലമായിട്ട് മനസ്സമാധാനത്തിൽ ഉറങ്ങുന്നത്. എത്ര റമദാൻ കഴിഞ്ഞു, എത്ര പെരുന്നാൾ. എൻ്റെ കാര്യം പെരുന്നാളിനല്ല, അപ്പം ഞാൻ അവനെ കൊന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ബാക്കി ആളാൾക്ക് സമാധാനത്തിൽ ഉറങ്ങിക്കൂടെ? സോ ഞാൻ എന്നോട് ചോദിക്കുകയാണ്, അവൻ ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് കരുതിപ്പോയി, ഭംഗിയുണ്ടെന്ന് കരുതിപ്പോയി, നമ്മളെ തറവാട് ചോരയാണെന്ന് വിചാരിച്ചോളൂ, ഒക്കെ ആയിക്കോട്ടെ. ഓൻ എന്താ നമ്മളെ വീട്ടിൽ നൽകി? സങ്കടം മാത്രം, ദുഃഖം മാത്രം. എന്തേ കാരണം? ഉമ്മാന്റെയും ബാപ്പാന്റെയും കോപത്തിൽ അള്ളാന്റെ കോപമുണ്ട് എന്ന ദീനില്ല, ബാക്കിയൊക്കെ ഉണ്ട്. ദീനില്ലേ? ഇവിടെ ഇരിക്കണ ഓരോ രക്ഷിതാക്കളോടും ഞാനൊരു വാപ്പാന്നുള്ളക്ക് പറയാൻ, ദീനല്ലാതെ ഒരു പരിഹാരം നമ്മുടെ മക്കളെ കിട്ടാനില്ല. നമ്മൾ അവർക്ക് നോക്കണം എന്ന് എന്തടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത്? നമ്മളെ അവർ നോക്കണം എന്ന് എന്തടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക? എടാ വാപ്പാണ് അനുസരണക്കേട് കാണിക്കരുന്ന് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞു കൊടുക്കുക? ഹറാമായൊരു കാര്യം ചെയ്യരുന്ന് എന്തടിസ്ഥാനത്തിൽ? ഒറ്റ അടിസ്ഥാനമുള്ളൂ, അള്ളാഹുവിന്റെ ദീൻ. അതുകൊണ്ടാണ് പ്രവാചകന്റെ വാക്ക്, അക്രിമു ഔലാദക്കും വഹ്സിനു അദബഹും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആദരിക്കും, സ്നേഹിക്കും, ഇഷ്ടപ്പെടും, ടൂറുണ്ടായിക്കോടി, അള്ളാഹ് അനുവദിച്ചെല്ലാം ചെയ്തോളി, പക്ഷെ അള്ളാഹിന്റെ ദീന് കൊടുക്കും. അള്ളാഹുവിന്റെ ദീൻ കൊടുത്തിട്ടില്ലേ അവരുടെ മദ്രസ? ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, മദ്രസ ഒന്നും ഇല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ച അന്ന് മുതൽ അവന്റെ ഏകദേശ പ്രായപൂർത്തിയാണ് വരെ ഒരു സംഗതി അവന്റെ വീട്ടിലുണ്ടാവില്ല. നമുക്കിപ്പോൾ കിട്ടുന്ന ഹിഫുദിൽ മുക്കാഭാഗം 99 എവിടുന്ന് പഠിച്ചതാണ്? മദ്രസയിൽ പഠിച്ചത്. നമുക്ക് എന്ത് ഹിഫുദാണ് ഉണ്ടാവുക? ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മളെ മക്കൾക്ക് എന്താ ഉണ്ടാകുക? ഇപ്പൊ നമ്മൾ ചെല്ലുന്ന ദ്വാകൾ എന്ന് പഠിച്ചതാ? നമ്മൾ +2 എത്തിയും പഠിച്ചതാ? അല്ല, മദ്രസയിൽ ഒരു വേള ബോധം പോലും ഇല്ലാത്ത കാലത്ത് ഉസ്താദുമാർ പഠിപ്പിച്ചാണ്. പക്ഷെ ഇനി നമുക്ക് ഹിഫുദുണ്ട്. നമ്മുടെ മക്കൾ മദ്രസയിലില്ലെങ്കിൽ നമുക്ക് വേണ്ടി മയ്യത്ത് സ്കരിക്കാൻ വരെ മക്കൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയോ? ഞാൻ PG പഠിച്ച സ്ഥലത്തെ ഒരു പൗരപ്രമുഖനായ ഒരു വ്യക്തി മരിച്ചു. അപ്പൊ നമ്മൾ ഈ പള്ളിൻ്റെ ഒരു പകുതി, ഈ ഭാഗത്ത് ഇത്ര ആണ് ഇവിടുത്തെ പള്ളിൻ്റെ പകുതി കണ്ട്. അപ്പൊ അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്, മതത്തിലുണ്ട്, അവിടുത്തെ പൊതുകാര്യത്തിലൊക്കെ ഉണ്ടായതുകൊണ്ട് കുറെ ആൾക്കാർ നിസ്കരിക്കാൻ വേണ്ടി വന്നിനി. അപ്പോ പള്ളി നിറഞ്ഞു. പുറത്തൊരു ടീം, വലിയ ടീം കാത്തിക്കാണ് അടുത്ത് നിസ്കരിക്കാൻ. അതിന് 5 ആൺകുട്ടികളാണ്. 5ാമത്തവന് 35 വയസ്സാണ്. അത് വെറുതെ ഞാൻ പറയണല്ല, എല്ലാവരും പ്രായപൂർത്തിയായി ഒക്കെ മക്കളും പെണ്ണുങ്ങളൊക്കെ ഉള്ള ടീമാന്ന് പറയണം. എല്ലാവരും കാത്തിക്കുക. ഈ ജമാഅത്ത് ഈ നിസ്കാരം കഴിഞ്ഞിട്ട് വേണം അടുത്ത ടീമിന് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യാൻ. എല്ലാവരും കയറി. ഈ 5 മക്കളും വരുന്നില്ല. ഓരിങ്ങനെ ഔദ്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കാലടത്തിയിട്ടും പ്രാർത്ഥന ചൊല്ലിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ചെന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. വിളിച്ചു. അല്ലെ നമ്മളോട് ഒരു നിങ്ങൾ ഇമാമക്കുന്നതാണ്. നമ്മളല്ലല്ലോ ഇമാമക്കുണ്ട്, നിങ്ങളാണ് 5 ആൺകുട്ടികളില്ലേ, നിങ്ങളെ ഇമാമക്കുണ്ട്, എൻ്റെ സുന്നത്ത് അങ്ങനല്ലേ? അല്ല നിങ്ങളെന്നെ നിൽക്കി.
നമ്മൾ നിൽക്കൂല, നിങ്ങളില്ലെങ്കിൽ അല്ലേ നമ്മൾ നിൽക്കേണ്ടി. ഒരു ഒന്നും കരുതരുത്, ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യുന്നു. ഞങ്ങൾക്ക് ആർക്കും മയ്യത്ത് നിസ്കാരം അറിയില്ല. സോ ഞാൻ അത്ഭുതപ്പെട്ടു പോയെന്നറിയാം. ഞാനാണ് മരിച്ചത്. ഇതിക്കൂടി ബാപ്പ പറയാം, ഞാൻ ക്ലാസ് പറഞ്ഞു ഞാനാ മരിച്ചത്. എനിക്ക് 5 ആൺകുട്ടികൾ അല്ലെങ്കിൽ 3 ആൺകുട്ടികൾ. ഞാൻ മരിച്ചു, ഈ പള്ളിക്കൊണ്ടാണ് എന്നെ വെച്ചു. ഇൻ്റെ ഒരൊറ്റ കുട്ടിക്ക് ഇൻ്റെ മയ്യത്ത് നിസ്കരിക്കാനോ കൈ ഇങ്ങനെ കെട്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ, പടച്ചോനെ ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തിയ നട്ടുച്ചക്കും നട്ടപ്പാതിരക്കും എനിക്ക് വേണ്ടി അധ്വാനിച്ച് ദാമ്പത്യം പോലും ഒരു വേള കളഞ്ഞ് ഗൾഫ് പോയി എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് എൻ്റെ വാപ്പാക്കും മാക്കും പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഒരു കുട്ടിയില്ലെങ്കിൽ ആ കുട്ടിൻ്റെ ഫ്ലെക്സ് ബോർഡ് ഈ വളവന്നൂരും ഈ പരിസരങ്ങളിലും വലിയ ഫ്ലെക്സ് ബോർഡായിട്ട് മന്ത്രിയായി എഞ്ചിനീയറായി എന്നുള്ള ഫ്ലെക്സ് വെച്ചിട്ട് സോളെ മണ്ണ് പോണ എനിക്ക് എന്ത് ഉപകാരമുണ്ട്. ഇത് ഞാൻ നിരാശപ്പെടുത്താൻ പറയില്ല. നമ്മുടെ ചിന്ത മാറണം. നമ്മക്കല്ല മക്കളെ തന്നെന്തിനാണ് സോളെ നമ്മളുടെ പ്രാർത്ഥനയിലുണ്ട്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചോനെ എന്റെ കുടുംബജീവിതത്തിൽ മക്കളിലും ഇണകളിലും കൺകുളിർമ നൽകണം. പോരാ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ദീനിയായി ജീവിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എൻ്റെ ഭാര്യ മാത്രമല്ല ഇന്നിൻ്റെ ഭാര്യൻ്റെ മക്കളിൽ ചേർക്കണം. ഇതില്ലെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ ദുരന്തം അനുഭവിക്കേണ്ടി വരും. ഇന്ന് കാണുന്ന ഓരോ ദുരന്തമല്ലേ, ഈ കാണുന്ന ഓരോ ദുരന്തത്തിൻ്റെയും പിന്നിൽ നോക്കിക്കൊണ്ട് ദീന് കൈമാറാത്ത രക്ഷിതാക്കളുടെ ദയനീയമായ കരച്ചിലേക്കാം. കോഴിക്കോട് ജില്ലയിൽ ഒരു നിക്കാഹിന് വേണ്ടി വിളിച്ചു. അപ്പോൾ നിക്കാഹിന് വേണ്ടി വിളിച്ചപ്പോൾ 11 മണിക്കാണ് നിക്കാഹ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് 11 മണിക്ക് വരൻ വന്നില്ല, 11:30 വന്നില്ല, 12 മണിക്ക് വന്നില്ല, 12:20 വരുന്നത്. കാസർഗോഡ് എന്നുള്ള ടീമാണ്. വന്നു, പെട്ടെന്ന് ഉള്ളിൽ കയറാൻ വേണ്ടി പറഞ്ഞു. കയറി 1.5 മണിക്കൂർ വൈകിക്കണം കേട്ടോ. നിക്കാഹ് ഉത്തുബ ഞങ്ങൾ തുടങ്ങുകയാണ്. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു പറഞ്ഞു. ബാക്കുന്ന ഒരാളിനെ തോണ്ടിയിട്ട് ഉറക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ മുജാഹിദ് മൗലവിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതെയാണ്. അല്ല, അദ്ദേഹം തിരിഞ്ഞു നാണ്ട് സ്റ്റേജിൽ മുമ്പ് വെക്കേണ്ട ഞങ്ങൾ ഒപ്പിടുന്നത് മുജാഹിദ് രജിസ്റ്ററിലാണോ ചോദിച്ചു. പള്ളി കമ്മിറ്റിക്കാരാണ് അതേന്ന് പറഞ്ഞു. മുമ്പ് എഴുതിയിരുന്നാണ്. നമ്മുടെ നിക്കാഹ് നടക്കൂല കേട്ടോ. ആകെ ഒച്ചയും പൊടി. 5-6 മിനിറ്റ് സ്റ്റേജിന്മ കച്ചറ. പ്രാസ്ഥാനികമായ കാര്യം പറയില്ല, കച്ചറ. ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ചങ്ങായിമാർ ഞങ്ങൾ രണ്ടാളും കുടുംബക്കാരാണ്, ഞങ്ങൾ തല്ലേ കൊല്ലേ ജാറമൂട് എന്തെങ്കിലും ചെയ്തോളി. ഞാൻ നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇന്റെ കാര്യത്തിൽ തീരുമാനമാക്കി. അങ്ങനെ അവർ തീരുമാനമാക്കിയത് 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾ നിക്കാവത്ത് വളർത്തിക്കോളി. എനിക്ക് സമാധാനമായി. കാരണം മലയാളം പറയണ്ട, അറബി കൊണ്ട് നിക്കാവത്ത്. കാരണം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം പറയുന്നതിന് 1.5 മിനിറ്റ്, വാഹുദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റ്, പിന്നെ സലാം കൂടി പറയുമ്പോൾ 3 മിനിറ്റായി. കറക്റ്റായി. മലയാളം ഒന്നും പറയണ്ട, പെട്ടെന്ന് പോകാം. പക്ഷെ അതൊക്കെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കാര്യം ഇങ്ങനെ ഭയങ്കര സങ്കടമായിട്ട് വരുന്നുണ്ട്. ഇതൊന്നും വിഷയമല്ല, ഇതൊക്കെ ഓലങ്ങോട്ടും കൊണ്ട് അടികൂടിയ തീരുമാനമാക്കി എന്തെങ്കിലും ചെയ്തോട്ടെ. ഞാൻ നിക്കാഹ് ഖുത്ബ 3 മിനിറ്റോട് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ആ കുട്ടിൻ്റെ ഉപ്പ, നിക്കാഹിന് അവിടെ ഇരിക്കേണ്ട കുട്ടിൻ്റെ ഉപ്പ എൻ്റെ കൂടെ ബാക്കിൽ ഇങ്ങനെ വന്നു. ഞാൻ വണ്ടിനെടുത്ത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം വണ്ടിൻ്റെ വാതിൽ ഇങ്ങനെ തട്ടിയിട്ട് സലാം പറഞ്ഞു. പോവുകയാണല്ലോ മൗലവി. അദ്ദേഹം പറഞ്ഞു, മൗലവി നിങ്ങളിങ്ങനെ ശമിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കരമായ വാക്കാണ്. ഒരു മനുഷ്യൻ ഒരിക്കൽ പോലും വെറുതെ പറയാത്തൊരു വാക്കാണ്. അത് നമ്മളെക്കാൾ മുതിർന്നൊരു മനുഷ്യൻ പറയുമ്പോൾ ഭയങ്കര എടങ്ങാറാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒന്നുമില്ല, ഞങ്ങളെന്താണ് അങ്ങനെ പറയുന്നത്? അത് നല്ല പോലെ നിങ്ങൾ 11 മണിക്ക് നിക്കാഹ് പറഞ്ഞ് 12:30 വരെ ഇവിടെ നിർത്തി, ഇങ്ങോട്ട് പുറമെ ഈ കച്ചറി നിങ്ങളെ മുന്നിൽ നടത്തിയാലും. അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ അവിടെ പിടിച്ചിട്ട് ഭയങ്കര ബലത്തിൽ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി ആ സ്റ്റേജിൽ നടക്കുന്ന തോന്നിയാസമല്ലോ, ആ തോന്നിയാസം തീരുമാനമാക്കാൻ എനിക്ക് 5 മിനിറ്റ് മതി. ഞാൻ കയറിയിട്ട് ഒറ്റ ഒന്നും കൊടുത്താൽ ഒരു കുട്ടിക്ക് പോലും തടുക്കാൻ കഴിയില്ല. അത്രയും കാലിബറും എനിക്ക് ഉശിരുണ്ട്, ധൈര്യമുണ്ട്. ഒരാൾ പോലും എന്നോട് അടിച്ചാൽ നിൽക്കൂല. പക്ഷെ മൗലവി നിർവാഹമല്ലല്ലോ, എൻ്റെ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ ഒരു തൂവിച്ചാവും നട്ടി ഞാൻ നിർവാഹമില്ലാതെ മാനകടാതൊക്കെ വേണ്ടി കെട്ടിക്കാൻ പോലെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അദ്ദേഹം ഞാൻ നടന്നു പോകും. ഞാൻ എന്നും ആ ബാപ്പാനെ മനസ്സിൽ കാണും. നീല ജീൻസിൻ്റെ പാൻറ്റും വൈറ്റ് ഷർട്ടും ഇട്ടിട്ട് അദ്ദേഹം വിളിച്ച ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ ഭൂമി ഒന്ന് പിളർന്നു പോയിരുന്നെങ്കിൽ താഴേക്ക് എത്താമായിരുന്നു എന്ന് ആഗ്രഹിച്ച ഒരു സാധു മനുഷ്യൻ. എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഞാനവിടെ അങ്ങനെ കച്ചവടമ്പോഴേ ഒരു കച്ചവടമ്പോൾ എൻ്റെ മനസ്സിലെ ഒറ്റ ചോദ്യമുള്ളൂ, എന്താ അറിയോ? പലരും വന്നിട്ട് ഇവരോട് എടാ കച്ചവടമില്ല 2 കുടുംബത്തിൽ കേട്ടോ കൂടല്ലിടാന്ന് പറയുമ്പോഴേ മുന്നിലുണ്ട് ആ പെൺകുട്ടിയുണ്ട്, മുല്ലപ്പൂവും ചൂടി നിർലജ്ജം 2ാമത്തെ സോഫിലിട്ട് ചിരിക്കണ്.
ഓളെ വാപ്പാനെ തല്ലുമ്പോ ചിരിക്കുക, ആങ്ങളെ തല്ലുമ്പോ ചിരിക്കുക. സൗകര്യ ഓള് വരണ്ടേ, ഇങ്ങോട്ട് വരണ്ടേ, എന്നിട്ട് പറയണ്ടേ എന്റെ വാപ്പാന്റെ നേരത്ത് കൈ വെച്ചോനെ ഇറങ്ങിപ്പോടാ അവിടുന്ന്, എന്റെ കൂടെ ഞാൻ വരികേ. ഇന്റെ ആങ്ങളെന്നെ തല്ലിയവൻ, ഇന്റെ കുടുംബക്കാരെ ഉന്തിയവൻ, എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ കുടുംബക്കാരെ ആളുകൾക്കിടയിട്ട് വശലാക്കി എന്റെ കുടുംബത്തിൽ ഞാൻ വരെ പോടാന്ന് പറയണ്ടേ? പറയില്ല. എന്തേ കാരണം അറിയോ? ബാപ്പ മാനം കെട്ടാലും ഉമ്മാനെ എറിഞ്ഞു കൊന്നാലും സ്വന്തം ജീവനേക്കാളധികം സ്നേഹിച്ച ആങ്ങളെ അപമാനിച്ചാലും ഇന്റെ കൂലി നടന്നാൽ മതി. ആ മനസ്സിനാണ് ദീനില്ലാത്ത മനസ്സ് അറിയാം. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്താ വിചാരിക്കറിയോ? ഏത് പാപം ഈ ദുനിയാവിന് കൊടുക്കും, ഏത് പാപം ശിർക്കൊഴികെ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് എന്നാൽ ചില പാപങ്ങൾ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ ഒന്നാം ഘട്ട ശിക്ഷ നടപ്പിലാക്കും. അതിലൊന്നാണ് ബാപ്പാനിമാനി എടങ്ങേറാക്കി കണ്ണീരൊടിപ്പിക്കുക എന്നുള്ളത്. അത് ഞാൻ ചെയ്താൽ എൻ്റെ ദാമ്പത്യം പരാജയമാവും, ഇന്റെ മക്കളിലൂടെ എനിക്ക് തിരിച്ചു കിട്ടും, വാപ്പിമ്മീൻ കരഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ അലറേണ്ടി വരും എന്ന് ദീനുള്ള ഒരു കുട്ടിക്കേ ബോധം ഉണ്ടാവുള്ളൂ. സോ ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. മക്കളെ ദീനിലേക്ക് കൊണ്ടുവരിക, പള്ളിയിലേക്ക് ചേർത്ത് കൊണ്ടുവരിക. അവർ പഠിക്കുകയാണ്, അവർ വായിക്കുകയാണ്, അവർക്ക് പരീക്ഷയാണ്, അവർക്ക് നേരമില്ല. ആരാണി അവർ? എന്റെ ബീജത്തിൽ പറന്ന എന്റെ കുട്ടിയെ കുറിച്ച് ഞാൻ ന്യായം പറയാൻ അവർക്ക് നേരല്ല. സോ നമ്മളെങ്ങനെ മാറി? നിങ്ങൾ ആലോചിച്ചു, നമ്മളെങ്ങനെ മാറി? നമുക്കൊരു ജാഹിലിയത്തില്ലേനോ? ഇല്ലേനോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പള്ളിക്ക് ഇരിക്കുക, അസർ വരെ, സ്കൂളില്ലാത്തതുകൊണ്ട് അസർ വരെ ഇരുന്നപ്പോൾ വട്ടം കൂടി ഇങ്ങനെ വർത്തനം പറഞ്ഞപ്പോൾ ഒരു കാക്ക പറഞ്ഞു, മൗലവി ഇന്റെയൊക്കെ ചെറുപ്പകാലത്തെ ഈ ഒന്നുണ്ടാക്കുമ്പോഴുള്ള പുൽക്കുയ്യലും കൂടി ഇല്ലെങ്കിൽ നോമ്പണ് മുയിപ്പിച്ചൂലേ. അപ്പൊ എന്താ ഒന്നുമില്ല, തൊള്ളിക്ക് എടുക്കണ വെള്ളം കൂടുതലും തുപ്പണ വെള്ളം കമ്മിയും, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയി. അപ്പൊ മറ്റേ കാക്ക എന്നിട്ട് മോലും ഇന്റെ കാലത്തൊക്കെ സത്യത്തിൽ ഇങ്ങനെ ഒരു വർത്താന്തരം ഉണ്ട്. ഇനി അങ്ങനെ ഹൗന്നത്തെ വെള്ളം കുടിച്ചാൽ നോമ്പ് കുറിയില്ല, ഹൗ ഉണ്ടാക്കിയതാണ് ഓന്റെ നോമ്പ് കൊള്ളാകാൻ വേണ്ടി. അങ്ങനെ തന്നെ അവിടുന്നൊക്കെ നമ്മൾ മാറിയില്ലേ? മാറി. എങ്ങനെ മാറി? സോറി, നമ്മളെങ്ങനെ മാറി? നമ്മളെങ്ങനെ സക്കാത്ത് കൊടുക്കാൻ തുടങ്ങി? നിങ്ങൾ സ്വന്തം നമ്മളവിടെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടാ നമ്മൾ എന്ന് മുതലാ സക്കാത്ത് കൊടുക്കാൻ തുടങ്ങി? നമ്മളെങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് നമ്മൾ പലരും സ്നേഹിക്കാൻ തുടങ്ങി? നമ്മളെങ്ങനെയാണ് ബാങ്കെട്ട അറ്റ്ലീസ്റ്റ് പഠിച്ച നിസ്കരിക്കണല്ലോ എന്ന് നമുക്ക് തോന്നി തുടങ്ങി? ദീനുള്ളിൽ കയറിയ ശേഷമാണ്. ദീന് നമ്മുടെ ഹൃദയത്തിലേക്ക് ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ ഈ ഗ്രന്ഥം ദീൻ ഖുർആൻ മലയുടെ മുകളിലാണ് ഇറങ്ങണമെങ്കിൽ മല പോലും ദീനിയായി മാറും. നമ്മുടെ കുട്ടികളെ ഹൃദയത്തിലേക്ക് വരണം. ഒരു വാപ്പാനിമാനെ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. അവർ നമ്മുടെ ഏത് പാതിരാവിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏത് ലോകത്ത് പോയാലും അവർ ദീനിന് വേണ്ടി ജീവിക്കും. അവർ നമുക്ക് വേണ്ടി റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാണ് തേടും. ഹറാമായ കാര്യങ്ങളോട് മാറി നിൽക്കും. വാക്കുകൾ നിർത്തുന്ന സഹോദരങ്ങളെ, ഇപ്പോഴും ഫോണിൽ ഈ 2-3 ദിവസമായിട്ട് UK-ന്ന്, കാനഡയിൽ നിന്ന്, നോർത്ത് നിന്ന് നമ്മുടെ ഒരുപാട് കുട്ടികളില്ലേ, ഓല് 29 വയസ്സ് 28 വയസ്സുള്ള കുട്ടികൾ മെസ്സഞ്ചറിൽ സംശയം ചോദിക്കുകയാണ്. എന്താ സംശയം? നമ്മൾ 28 വയസ്സ് ഞാൻ കല്യാണം കഴിച്ചിരുന്നു മാഷേ, എൻ്റെ ഭാര്യയ്ക്ക് വിവാഹത്തിന് സമയത്ത് 25 പവൻ 30 പവന് കിട്ടിയിരിക്കുന്നത്, അതിന് സക്കാത്ത് എങ്ങനെയാണ്? ഞങ്ങളിവിടെ രാത്രി നിസ്കാരം ഇന്ന സമയം മുതൽ ഇന്ന സമയമാണ്, ഞങ്ങൾ ഡ്യൂട്ടി സമയം എങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ബാപ്പല്ല, നാടല്ല, ഒരു മനുഷ്യൻ കാണില്ല, ആരും അറിയില്ല. 29, 28, 27 വയസ്സുള്ള ചക്കന്മാര് ചോദിക്കാൻ ഞങ്ങൾ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടി, ഞങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടി, അഫ്ളലായ സമയം ഏതാണ്, അത് എവിടുന്ന് കിട്ടിയതാണ്? ആ പ്രായത്തിലുള്ള ആൾക്കാരല്ലേ പത്രത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്നത്? ഈ വ്യത്യാസത്തിന് കാരണം അറിയാം. ദീൻ മനസ്സിലേക്ക് കയറുമ്പോൾ ഒരാളിനുണ്ടാകുന്ന മാറ്റാണ്. നമ്മുടെ മക്കൾ നമ്മളെക്കാളും നല്ലവരാകണം. നമ്മുടെ കുട്ടികൾ നമ്മളെ സ്നേഹിക്കുകയും അള്ളാനെ സ്നേഹിക്കുകയും ദീനിയാവുകയും ചെയ്യണം. അതുകൊണ്ട് ഖുർആനോടുള്ള ബന്ധമുണ്ടാക്കണം, മദ്രസയുമായി ബന്ധമുണ്ടാക്കണം, പള്ളിയിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരണം. എത്തിക്കാഫുകൾക്കും തറാവീഹിനും നമ്മൾ അവരെ കൊണ്ടുവരണം. റമദാനിന് ശേഷം നടക്കുന്ന ക്ലാസ്സുകളിലേക്കും അവരെ കൊണ്ടുവരണം. വാക്കുകൾ ഇങ്ങനെയാണ്. ഒരു മനോഹരമായൊരു അനുഭവം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ, ഒരു പോസിറ്റീവ് ഉണ്ടാകാൻ വേണ്ടി. കുട്ടികൾക്ക് ദീൻ കിട്ടിയാൽ അവർ നമ്മളെക്കാൾ ഗംഭീരമാകും എന്ന് നമുക്ക് ബോധ്യപ്പെടാനും അതിനനുസരിച്ച് മാറ്റം വീട്ടിലുണ്ടാകാനും വേണ്ടിയാണ്. ഒരു 9 ദിവസത്തെ ക്യാമ്പ് ഉണ്ട് കുട്ടിയാണ്. ആ 9 ദിവസത്തെ ക്യാമ്പിന് ശേഷം കുട്ടികളുടെ അതിൻ്റെ അനുഭവങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും പറയട്ടോ. അതിലൊരു കുട്ടി എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ക്യാമ്പിന് 2ാം തവണയാണ് പങ്കെടുക്കുന്നത്.
കഴിഞ്ഞ വർഷം ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. അന്ന് എനിക്ക് അനുഭവം പറയാൻ കഴിഞ്ഞില്ല. ആ അനുഭവം കൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. അന്നത്തെ അനുഭവം പറയാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞല്ലേ. അതിൽ വന്നിട്ട് പറഞ്ഞു, വെക്കേഷനാണ്, ഞാനിങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ കളിച്ചു വന്നപ്പോൾ എൻ്റെ വാപ്പനെ പിടിച്ചാണ്ടാണ്, ഇജ് കുറച്ച് നന്നാകാണ്ട്, ഇജ് കുറച്ച് നേരെയാകാണ്ട്, ഇജ് കുറച്ച് ലെവലാകാണ്ട് അതിനെ കൊണ്ടുപോയി ക്യാമ്പ് കൊണ്ടുപോയിട്ടു. ഞാൻ ആദ്യം ക്യാമ്പ് പോയപ്പോൾ ഒക്കെ ഉണ്ട് ഇങ്ങനെ നിസ്കാരം നോമ്പും താജും, നിസ്കാരം നോമ്പും താജും. ഞാൻ കരുതി പെട്ടാകെ മനുഷ്യൻ. കാരണം എനിക്ക് ശീലമല്ല. ഞാൻ അങ്ങനെ വല്ലേ പിന്നെ നോക്കുകൊണ്ട് വൈകുന്നേരം ഒരു ക്രിക്കറ്റ് കളിക്കണം, ഫുട്ബോൾ കളിക്കണം, 2 ദിവസം കൂടുമ്പോൾ മുതിർന്ന ആൾക്കാരെ കുളത്ത് പോണ്, പിന്നെ ഒരു വയോജന സ്ഥലങ്ങളുണ്ട് അവർക്ക് പോണ്. അപ്പം എനിക്ക് ആനന്ദമായി, ഒരു ഇതായി. പിന്നെ എനിക്ക് ദീനിനോട് ഇങ്ങനെ ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും കൂടി പല വക്തിലായി ഒരു ജുസ് ഓതും, 1-2 ചെറിയ പ്രാർത്ഥന പഠിക്കും, ചെറിയ ചെറിയ ക്ലാസ് ഉണ്ടാവും, ഒപ്പം കളിയിലൊക്കെ ആയിട്ട്. പിന്നെ 9 ദിവസം പെട്ടെന്നാണ് പോയി. 9ാം ദിവസം അവസാന ദിവസം ഞങ്ങളെ ക്യാമ്പിൻ്റെ ലീഡർ ഞങ്ങളോട് വീട്ടിൽ പോണ്ടെത്താൻ അന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും വീട്ടിൽ പോയിട്ട് തൊട്ട് മുന്നേ വന്നു, സഹോദരങ്ങളെ മക്കളെ 9 ദിവസം നമ്മൾ ഒന്നിച്ചായിരുന്നു, നിങ്ങൾ നിസ്കരിച്ചു, നോമ്പോറ്റ്, ഖുർആൻ ഓതി, ദിക്റും ദുആയൊക്കെ ചെയ്യും, അതൊക്കെ നോക്കാൻ ഞങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ പോകാൻ നമ്മൾ ഒറ്റക്കായി, ഞങ്ങൾ ആരുമില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടിയ ദീൻ നിങ്ങൾ സ്വന്തമായിട്ട് പാലിക്കണം. എല്ലാം പറയാം. ഞാൻ ആ ആവേശം ഇവിടുന്ന് 9 ദിവസം കിട്ടിയ ആവേശമായിട്ട് ഞാൻ പെരിൽ പോയി. സുബൈക്ക് അലാറം വെച്ചു. സുബൈക്ക് അലാറം വെച്ച് ഞാൻ നീച്ച് നോക്കുമ്പോൾ പെര ഫുള്ളിരുട്ട്. പെര ഫുള്ളിരുട്ട് പറഞ്ഞാൽ വാപ്പയും മിനിങ്ങൾ പൊന്തിയിട്ടില്ല, പറഞ്ഞയച്ച മിനിങ്ങൾ പൊന്തിയിട്ടില്ല. പോകുമ്പോൾ വന്നിട്ട് നമുക്ക് ഇങ്ങനെ കരുത്താം, റമദാനാണല്ലോ, താജുദ് സ്കെച്ച് ക്ഷീണത്തിൽ ഉറങ്ങിയതേക്കാർ അങ്ങനെ കരുതുക, എന്നാൽ അല്ലെങ്കിൽ നോമ്പ് ഒഴിഞ്ഞിക്കാവും. അപ്പം എന്താ അങ്ങനെ കരുതില്ല, വാപ്പയും നീച്ചിട്ടില്ല. ലോകം വന്നിട്ട് പറയാൻ ഞാൻ ആദ്യം ബാപ്പാൻ്റെ സലാമും ബാപ്പാൻ്റെ പെരീക്കുള്ള സലാം ഉണ്ടാക്കി. വാപ്പാൻ്റെ പെരീക്കുള്ള സലാം വെച്ചു. വാപ്പാൻ്റെ അങ്ങാടി കൂടെ സലാം പറഞ്ഞു. പെരീത്തെ വാപ്പാൻ്റെ സലാം, വാപ്പാൻ്റെ പെരീക്ക് അങ്ങനെ സലാം പറയല്ലേ. അങ്ങാടി കൂടെ കാണാം ബൈക്കുമോടെ പോകണമൊക്കെ സലാം വലിച്ചെറിഞ്ഞു കൊടുക്കും. സലാം അലൈക്കോ പെരീക്കാണ് അങ്ങനെ പെരീത്തോട് സലാം അലൈക്കും റഹ്മത്തുള്ള, രക്ഷയും സമാധാനം മൈമൂന അനക്കുണ്ടാകട്ടെ എന്ന് അങ്ങനെ പ്രാർത്ഥന ഫലിച്ചിട്ട് ഇവിടെന്നെ പരലോകത്തന്നെ സ്വർഗത്തിൽ ഇവിടെന്നെ പുതിയനായി കിട്ടുമോ പേടിച്ചിട്ടേക്കാരും. പെരീക്ക് മാത്രം സലാം പറയില്ല, അങ്ങാടിയിലൊക്കെ ഫുള്ള് സലാമായിരിക്കും. അവൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് ഒച്ച ഉണ്ടാക്കിയിട്ട് വാപ്പ നീക്കണില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉറക്കമൊന്നുണ്ടാക്കി. അടിയിൽ പാത്രം വെച്ചാണ് വെള്ളം വെച്ചാണ്ട് കിളി ചില ആൾക്കാർക്കുണ്ട്. വെള്ളം കൊഞ്ഞാടി അപ്പം ഒന്ന് വാപ്പാൻ നീച്ചു, മോട്ടറത്തെ വെള്ളം ബാക്കി അയിമ ഭയങ്കര പ്രശ്നമായിക്കാണ്. വാപ്പ നീച്ചില്ല. പിന്നെ ഞാൻ അവസാനം ഒരു നിർവാഹമായിട്ട് വാപ്പാൻ്റെയും വാൻ്റെ റൂമിൻ്റെ മുന്നിൽ പോയിട്ട് ഉറക്കെ അല്ലാഹു അക്ബർ ബാങ്ക് കൊടുത്തു. അപ്പണ്ട് വാപ്പ ടോർച്ചായിട്ട് ഇങ്ങനെ വരുന്നത്. കാരണം 2ാം ബാങ്ക് വിദ്യാർത്ഥാണ്, അത് നമ്മളെ വരി പറ്റില്ല. 1ാം ബാങ്കിന് പള്ളി പോയിട്ടെങ്കിലും വേണ്ടില്ല, ആദർശത്തിൻ്റെ കരുത്താണത്. വാപ്പ ഇങ്ങനെ പുറത്തേക്ക് വന്നു. അതിൽ ഞാൻ വാപ്പാണ്ട് പറഞ്ഞു, പൊന്നാര വാപ്പ, ഞാൻ വെക്കേഷനിൽ പന്ത് ഇഷ്ടം ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോണൊരു കുട്ടിയെ ഇന്നെ പിടിച്ച് കണ്ട ക്യാമ്പ് കൊണ്ടാക്കണ്ട ഞങ്ങൾ കുറേ വട്ടം പറഞ്ഞു. ക്യാമ്പ് കൊണ്ടുപോക്കിക്കൊണ്ട് അവിടുന്നൊക്കെ പാടെ മൂല്യന്മാരൊക്കെ പാടെ കൂടി മൻസല്ല സുബഹ് ഫിൽ മസ്ജിദ് ഫഹുവ ഫീ ദിമ്മത്തില്ല. ഒരാൾക്ക് ആരോഗ്യം ഉണ്ടായിട്ട് സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചാലാണ് അള്ളാന്റെ സംരക്ഷണം ഉണ്ടാകുക, അല്ലെങ്കിൽ നിഫാഖ് വരെ മനസ്സിക്ക് വരും എന്നൊക്കെ പാടെ പറഞ്ഞു. ഞാൻ നരകം പറഞ്ഞ് പേടിപ്പിച്ചാണ്. ലാസ്റ്റ് ഞാൻ പള്ളിക്ക് പോകാൻ നേരത്തുണ്ട് ഇന്നെ പറഞ്ഞ ചെങ്ങൾ കൂർക്കം വലിച്ചു നടക്കൂല വാപ്പ പറഞ്ഞു. ഞാൻ വാപ്പാനെ കൊണ്ട് പോയി. കേട്ടോ പറഞ്ഞു പിറ്റേ ദിവസം പള്ളിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ഞാനും ബാപ്പി ഇമ്മി സുബൈക്ക് പള്ളിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ കരുതിയെന്തല്ലോ ഓൻ്റെ അനുഭവം കഴിഞ്ഞു. അവൻ പറഞ്ഞു അങ്ങനെ 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ 9 ദിവസത്തെ ക്യാമ്പിൻ്റെ ആവേശമൊക്കെ ചോർന്നു. അങ്ങനെ ഉണ്ടല്ലോ കുറച്ച് ഞാൻ ചോരുമല്ലോ. അങ്ങനെ ഞാൻ 2 മാസം കഴിഞ്ഞ് ഞാൻ അലാറം വെക്കാതെ മെല്ലെ സുബൈക്ക് ഉറങ്ങി. അതിനുണ്ട് വാപ്പ ഒന്നാണ്ട് തോണ്ടിയാണ്ട് മഹമൂദെ നീച്ച ഞാൻ മാന്യം വരെയൊക്കെ ഒരു ഭാഗത്ത് സുബൈക്കൊന്നും പോകാതെ ഉറങ്ങിയില്ല. ആയിരത്തോ ദിവസം പറഞ്ഞാൽ ഇന്ന പള്ളി കൊണ്ടാണ് ഇപ്പം ഇജ്ജ് സുഖമായിട്ട് ഉറങ്ങാം നടക്കൂലടാ. എന്നിട്ട് ബാപ്പ പന്നെ വിളിച്ചാണ്ട് കൊണ്ടുപോകാൻ തുടങ്ങി. കേട്ടോ ഭയങ്കര സന്തോഷം പറയണം. 1 കൊല്ലമായി ഞാനും ബാപ്പിയും ഒന്നിച്ച് സുബൈക്ക് പോകാൻ. ഇതാണ് മക്കൾക്ക് ദീനുണ്ടായാൽ. ഒരു പേടിയില്ല, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ലഹരിയിൽ ഒരു പെടൂല, ഒരു ഒളിച്ചോട്ടത്തിൽ ഒരു പെടൂല, ഒരു ഹറാമിൽ ഒരു പെടൂല. അതിന് നമ്മുടെ മഹലിൽ ഭയങ്കര സംഭവമായിട്ട് അൽഹംദുലില്ലാഹ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇപ്പോൾ പ്രവർത്തിക്കുന്നവർക്കും ഇതിന് സഹായകമാവുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ മഹലിൽ മദ്രസ ഉണ്ട്, മക്കളെ കൊണ്ടുവരിക. നമ്മുടെ ശാഖകളിൽ നമ്മുടെ മഹലുകളിലും കുട്ടികൾക്ക് ദീൻ പഠിക്കാൻ ഹിഫ്ദ് പഠിക്കാൻ അവസരമുണ്ട്, കൊണ്ടുവരിക. ക്ലാസ്സുകൾക്ക് പെൺകുട്ടികളടക്കം കൊണ്ടുവരിക. അങ്ങനെ ഒരു നല്ല കുടുംബമായി മാറുക.
അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടെ അള്ളാഹു സ്വാലിഹായ കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹുവെ ലൈലത്തുൽ ഖദ്ർ സമ്മാനമായി ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ജീവിതത്തിൻ്റെ ഏത് സമയങ്ങളിലും തൗഹീദോടുകൂടി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഫലസ്തീനിലും ഗസയിലുമുള്ള ഞങ്ങളുടെ കുടുംബക്കാർക്ക്, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബക്കാർക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, നാഥ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ إنك عفو تحب العفو فاعف عنا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.